ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നിങ്ങൾ ആരാന്ന് പറയാ ആദ്യം. എന്ത് വിളിച്ചു? പുറത്ത് കിടക്ക്, പുറത്ത് കിടക്ക്. വിഷ് കഴിഞ്ഞിട്ടും തരാണ്ടെന്ന് ആദ്യം വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ പടക്കം കൊടുത്തിട്ടുണ്ട്, നമുക്ക് പൊട്ടിച്ചാലോ? ഞാൻ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ കഴിച്ചത് തന്നെ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. വിഷുക്കണിയൊക്കെ കണ്ടോ? വിഷു വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. ആ, നിങ്ങളാണ് ആദ്യം കണി തരുന്നത്. ഞങ്ങൾ ഇതേ കണിയായിട്ട് ഇവിടെ ഇങ്ങനെ എത്തിയിരിക്കുകയാണല്ലേ. ഇത് അടപ്രഥമൻ ഇഷ്ടാണ്, പാൽപ്പായസം ഇഷ്ടാണ്. പക്ഷെ പാല് ഞാൻ ഒത്തിരി കുടിക്കാറില്ല, പക്ഷെ ഇന്ന് കുടിക്കും. കുടിച്ചു കിട്ടോ? സ്പെഷ്യലായിട്ട് എന്റെ വിഷുവായിട്ട് ഞാൻ അവർക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പോകും. പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. വാ, കേറി വാ. വീട്ടുപേരുണ്ട്, ശ്രീ ലീല നിവാസ്. അപ്പൊ ലീലയോ? അതാരാ ലീല? ബെല്ലടിക്കാൻ നോക്ക, ആരാന്ന്. ആ, കൊട്ടണോ? ബെല്ലടിക്കുന്നില്ല തോന്നണു. ബെല്ലടിച്ചു, പക്ഷെ കോളിംഗ് ബെൽ വച്ചിട്ട് വന്നില്ല. വരുമോ അവ? ഇപ്പൊ ഗസ്റ്റ് ഇപ്പൊ വരുമോ? എന്തോ ഹാപ്പി വിഷു. വേറെ ഉണ്ടോ? ഞങ്ങള് അതെ, മനസ്സിലായി. ഞങ്ങള് മൈൽ സ്റ്റോണിന്ന് വന്നിരിക്കുക. ഏത് ചുണന്ന് വന്നിട്ട് നേരിട്ട് വാങ്ങിച്ചോളൂ. ആ, ശരി. അകത്തേക്ക് വന്നോട്ടെ, പോന്നോളൂന്ന്. വാ, നമുക്ക് കേറാം. ആ, ഇവിടെ നമുക്ക് അധികം ഒച്ച വെക്കണ്ട. ഒരമ്മ കിടന്ന് ഉറങ്ങാം. അപ്പൊ നമുക്ക് പതുക്കെ പോവാട്ടോ, അമ്മേനെ ഡിസ്റ്റർബ് ചെയ്യാതെ. ഉറങ്ങാല്ലേ? ആണോ? ഹാപ്പി വിഷു. എന്ത് വിളിച്ചു? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നിങ്ങൾ ആരാന്ന് പറയാ ആദ്യം. എന്ത് വിളിച്ചു? പുറത്ത് കിടക്ക്, പുറത്ത് കിടക്ക്. ഇതെന്റെ വീടാണ്. നിങ്ങൾ വിഷുവിന് നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. വിഷുവിന് വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞായിരുന്നു. ആരോട് പറഞ്ഞു? ആരോട് നിങ്ങൾ പറഞ്ഞു? അപ്പോസും കുപ്പോസും ഒന്നും ഇവിടെ ഇല്ല. എന്തിനാ ചേച്ചി? അത് കൊള്ളാല. എന്റെ ഒരു അമ്മ വയ്യാണ്ട് കിടക്കണു. എനിക്ക് നാളെ നാളെയൊക്കെ പരിപാടി. എനിക്ക് വിഷുവായിട്ട് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ വിഷുക്കോടി തരാനും വിഷു കഴിഞ്ഞിട്ടും തരാനും വന്നതാ. വിഷു കഴിഞ്ഞിട്ടും തരാനാണോ? അതിന് വന്നതല്ലേ? സോറി, ഐ ആം വെരി സോറി. പേരെന്താ? രമ്യ. രമ്യ. വിഷു കഴിഞ്ഞിട്ടും തരാണ്ടെന്ന് ആദ്യം വിളിച്ചു പറയുന്നുണ്ട്. ആരാ നിങ്ങൾക്ക് വീടൊക്കെ പറഞ്ഞത്? മറ്റെല്ലാരും വരുമ്പോ എന്നോട് ലൊക്കേഷൻ ഇട്ട് കൊടുക്കാൻ പറയും, വീട് ചോദിക്കും. ഇതിന്നെ ആരും വിളിച്ചൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് അതെല്ലാം കിട്ടി. ഞങ്ങൾ അതെല്ലാം കണ്ടുപിടിച്ച് ഒക്കെ കിട്ടി. എല്ലാം കണ്ടുപിടിച്ചാ? എല്ലാം കണ്ടുപിടിച്ച്. എല്ലാം കണ്ടുപിടിച്ച്. ചതിക്കരുത്. ഇല്ല, ചതിക്കരുത്. ചതിക്കൂല. പറയൂലേ വിഷു എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാം. വിഷു ഒക്കെ എങ്ങനെ പോണ്? വിഷു അമ്മ ഉറങ്ങല്ലേ? അമ്മ ഉറങ്ങല്ലേ മോളെ? അമ്മക്ക് വയ്യ. എന്ത് പറ്റി? അമ്മക്ക് തീരെ സുഖമില്ല. അമ്മ ഇപ്പൊ ഒരു 3 മാസം 4 മാസത്തോളായി വയ്യായികയാ. വയ്യായിക ഇരിക്കും. എന്തായാലും ഞാൻ വിഷു കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? വിഷു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇത് ഞാൻ തരൂല, ഇത് എനിക്ക് ആകെ കിട്ടിയ കണക്കൊന്നയാ. അത് ശരി. പിന്നെ നീ എനിക്ക് ഇത് ഹാപ്പി വിഷു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും പറ്റിക്കാൻ പറ്റുമല്ലോ. ഞാൻ ഹാപ്പി വിഷു വിഷ് ചെയ്തതേ ഉള്ളൂ. ഇങ്ങനെ കണി കാണിച്ചതാ എന്നെ. എന്തിനാടി മോളെ ഇങ്ങനെ ചതിക്കണത്? കുമ്മന്നെ. അയ്യോ അല്ല, ഞാൻ കൂടിതാ. അല്ല, അത് സംഭവം ശരി, അത് അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇതൊരാൾ കട്ടെ, ഒരാള് ഹാപ്പി വിഷു എന്ന് പറയുമ്പോ ഇത് എനിക്ക് തരുന്നത് പോലെയല്ലേ തരുന്നത്? അത് വേണ്ട, അതിന് ഇഷ്ടമില്ലാത്തൊരു സാധനം. ഫ്രഷ് പൂവ് ഇവിടെയൊക്കെ നിറയെ ഉണ്ടല്ലോ. അതേ മഞ്ഞ കളർ പൂവൊക്കെ കൊറേ ഉണ്ട്. അത് 3ാമത്തെ കൊല്ലത്തെറ്റായി. അതെ, അപ്പൊ പിന്നെ അതല്ല വെച്ചത്. അതെ, അതൊക്കെ ഉണ്ടല്ലോ. അതെ, വിഷു എന്തായാലേ കണിയൊക്കെ വെച്ചോ?
കണിയൊക്കെ വെച്ചു. പിന്നെ കണി വെക്കാണ്ട് എന്ത് വിഷുവാണ്. എന്നിട്ട് സദ്യയൊക്കെ വിട്ട എന്തായായി? സദ്യ വെട്ടൊക്കെ ആവുന്നുള്ളൂ. നിങ്ങൾ നേരം വിളിച്ചപ്പോ തന്നെ കടന്നു വന്നാൽ ഞങ്ങൾക്ക് ഊണ് കഴിക്കണം. ഞങ്ങൾ കുറെ പേരുണ്ട്. കുറെ പേരുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏറ്റവും നല്ല ഹോട്ടലിലേക്ക് പോവാം. പോകുന്നു പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് ലീല ചേച്ചി ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ എല്ലാവരും ഊണ് കഴിക്കും. ഞങ്ങൾ ഒരു 6-7 പേരുണ്ട്. അതെ, ഞാൻ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ കഴിച്ചത് തന്നെ. എന്താ പായസം? എന്താ പായസം? ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് വിഷുക്കോളുകളൊന്നുമില്ല. എന്നാലും നിങ്ങൾ ഒരു പേരിനൊരു എന്താ അധികം വെച്ചില്ലെങ്കിലും ചോറ്, സാമ്പാർ, ഒരു അല്ല, അത് പിന്നെ ഇറ്റ വെക്കുന്നതല്ലേ. ആ പായസം ഒന്നും വെക്കാറില്ല, ഉപ്പേരി ഒന്നും വെക്കാറില്ല. ആണോ? ഞാൻ നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും വാങ്ങിച്ചെങ്കിലും തരാം. ഓ അങ്ങനെയുള്ളു. അപ്പൊ നിങ്ങൾ വിഷുക്കണി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിഷു കഴിഞ്ഞിട്ട് അപ്പൊ ആർക്കെങ്കിലും കൊടുത്തോ ഇന്ന്? കൊടുക്കാനൊക്കെ കുറെ ആൾക്കാർക്ക് കൊടുത്തു, എനിക്കാരും ഒന്നും തന്നില്ല. ആരും കിട്ടിയില്ലേ? വിഷമിക്കണ്ട, ഞാൻ തരും വിഷു കഴിഞ്ഞിട്ട് കേട്ടോ. എന്തായാലും ചീത്ത പറഞ്ഞതൊന്നും ആരോടും പറയരുത്. ലോകം മുഴുവൻ അറിഞ്ഞു. ഞാൻ വന്ന് കേറിയപ്പോ തന്നെ എന്നെ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ട കാര്യം എല്ലാരും അറിയും. കൃഷ്ണ ഗുരുവായൂരപ്പ, നീ ക്യാമറയും കാര്യമൊക്കെ ഉള്ളതൊന്നും മുന്നേ പറയണ്ടേ. എല്ലാരും കണ്ടു. എല്ലാരും ഞാൻ ഒരു നല്ല കാര്യമായിട്ട് നല്ല മനസ്സോടുകൂടി വീട്ടിൽ വന്ന് കേറിയപ്പോൾ എന്നെ ഇതേക്കുളപ്പുള്ളിയില്ല ഇറക്കി വിട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രേക്ഷകരായ നിങ്ങൾ സത്യം പറയാവോ, നുണ പറയാൻ പാടില്ല. ഇവർ വിളിക്കുമ്പോൾ ഒന്ന് പറയണോ പറയണ്ടോ? ഞാനൊന്നുമില്ലല്ലോ, ഒരു ആർട്ടിസ്റ്റ് അല്ലേ. ഈ കോലത്തിൽ എന്നെ ഇവിടെ കാണിക്കാൻ ഇവർക്ക് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. ഈ കോലത്തിൽ ഞാനൊരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു അടിപൊളി സുന്ദരിയൊക്കെ ആയിട്ട് വരുന്നത് കാണാനല്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടം? അല്ലേ തങ്കൂടെ പൊന്നും കൊടുക്കുന്ന എന്തിനാ പൊട്ട്? അതുകൊണ്ടല്ലേ പറയാതെ. അതൊന്നുമല്ല, കാരണം എന്താ പറയാ, ഇവളുടെ മുന്നിൽ ഞാൻ മേക്കപ്പ് ചെയ്ത് നിന്നാൽ ഇവള് താഴെ പോകും. അതുകൊണ്ടാണ് എന്നെ മേക്കപ്പ് ചെയ്യാൻ സമ്മതി. നീ ഉണ്ടാക്കിയതല്ലേ ഈ പരിപാടി പറയുന്നത്. ഈ അപ്പൂസിന്റെ നേരത്തെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അവൻ പറയും ഞാൻ ഇന്ന ദിവസം വരും, ഇന്ന സമയത്ത് വരും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ വരുമ്പോ അവൻ പറയും അന്നത്തെ നീ തന്നെയാണ്. ഇനി മേലാൽ അപ്പൂസ് വിളിച്ചാ ഞാൻ ഫോൺ എടുക്കൂല. ഇല്ല, കാരണം ഈ വക ജാതി ഇവൻ ജാതിക്കൊന്നും എനിക്കറിയാം. വിഷു കഴിഞ്ഞിട്ടും കൊണ്ട് ഞാൻ പോവാ. അയ്യോ അയ്യോ, അല്ല ഫോൺ എടുക്ക അപ്പൂസേ, ഞാൻ വിളിക്കൂ. എന്റെ ലീല ചേച്ചി, ലീല ചേച്ചിക്ക് ഇതാ ഇതുവരെ ലീല ചേച്ചിക്ക് ആരും ഇന്ന് വിഷു കഴിഞ്ഞിട്ടും കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സ്നേഹത്തോടെ കൊടുക്കാണ് ലീല ചേച്ചിക്ക് നല്ലൊരു വിഷു കൈനീട്ടം. എന്റെ കൃഷ്ണ, ലീല ചേച്ചി ഇരുന്നിട്ടാണെങ്കിലും വാങ്ങിയാ മതി. ഞാൻ തരുമ്പോഴും വേണ്ടേ ഇതായിട്ട് തരാനായിട്ട്? എന്റെ ദൈവമേ, ഇന്ന് വാങ്ങുന്നത് ശരിയല്ലല്ലോ. ഒരു മര്യാദ ആദ്യം നീ പറഞ്ഞു, ഞാൻ മര്യാദ കാണിച്ചില്ല. ഇനി ഞാൻ മര്യാദ കാണിച്ചില്ല, നാട്ടുകാരെ തല്ലിക്കൊല്ലും. അപ്പൊ ഒരുപാട് സന്തോഷം. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവിധ ഐശ്വര്യങ്ങളും. ഞാൻ കൊടുക്കട്ടെ ചേച്ചിക്ക് കൊടുത്തു. അത് എന്റെ കസിൻ സിസ്റ്റർ. ഓക്കെ. എന്തായാലും ഇത് കൊണ്ടുവന്നവള് പറ്റിച്ചു. അത് പറ്റിച്ചൊന്നുമല്ല, ഞങ്ങള് ഫ്രഷ് പൂവും ഉണ്ട്, ഇതും ഉണ്ട്. മൊത്തത്തിൽ ഇത് രാവിലെ മുതൽ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എന്താ ചൂട്, വെയില്, അതിങ്ങനെ വാടണു. നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ പോയി ഏറ്റവും അവസാനമാണ് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നത്. ഇനിയും പോവാനുണ്ട് വീട്, അവസാനമല്ല. ഇനി ഊണ് കഴിക്കണം, ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ പോവാനുണ്ട്. എത്ര വീടുണ്ട്? ഇല്ല, ഞങ്ങൾ ഇവിടുന്നേ കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ച് തന്നെയാ വന്നത്. നമുക്ക് കഴിച്ചിട്ട് പോവാം. ഇത് ദാലിയൽ ചേച്ചിക്ക് അടുത്ത ഒരു വിഷുക്കോടി, സ്വപ്ന വെഡിങ്സ് നൽകുന്ന നല്ലൊരു വിഷുക്കോടി. ഇനിയുണ്ട് ഹാർദിയോര, നല്ലൊരു ചെടിയാ. നമുക്ക് നല്ലൊരു ചെടിയൊക്കെ വെക്കണം ഇവിടെ. ഇവിടെ മനുഷ്യന്മാർക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ല. മാത്രം കൊടുത്താൽ മതി. ബാക്കിയൊക്കെ പോഷകാഹാരം ഞങ്ങൾ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. കുറച്ച് വെള്ളം മാത്രം കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. പൂവൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള ലീല ചേച്ചിനെ പോലെ നല്ല ഭംഗിയുള്ള. അതെ, എന്നെ പോലത്തെ പൂവാണോ? ഇത് കൊത്തി മുറിച്ചായിട്ട് കളഞ്ഞേ. അങ്ങനെയൊന്നും പറയല്ലേ. അതുപോലെ നല്ല പൂക്കളുണ്ട്. അതേ ഗിഫ്റ്റ് ഒക്കെ ഇനിയും അടുത്തടുത്ത് ഗിഫ്റ്റ് തരട്ടെ. പിന്നെ എങ്ങനെ ലീല ചേച്ചി, ഇവിടെ എങ്ങനെ നിങ്ങളുടെ അടുത്ത് കുറേ വീടുകളില്ലേ, കുറേ കുട്ടികളൊക്കെ ഉണ്ടാവില്ല? അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണോ പടക്കം പൊട്ടിക്കുന്നതും ആഘോഷമൊക്കെ എങ്ങനെയാ? പലരും പലതരത്തിൽ. അങ്ങനെയാണോ? അല്ലാതെ നിങ്ങൾ അങ്ങനെ? ഞാൻ ഉണ്ടാവാറില്ലല്ലോ ഇവിടെ. ഞാനിപ്പോ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് മാത്രം ഇവിടെ. അല്ലെങ്കിൽ എപ്പോഴും എവിടെയാ ഉണ്ടാവില്ല. ഞാൻ വിഷു ഒക്കെ ആയിട്ടെങ്കിൽ ഇഷ്ടംപോലെ പരിപാടി ഉണ്ടാവും. പ്രോഗ്രാം കാര്യങ്ങളൊക്കെയാണ്. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പിന്നെ ഷൂട്ടിന് മാത്രമേ പോകണമെന്നുള്ളൂ. അമ്മയ്ക്ക് വയ്യാണ്ട്. അപ്പൊ എന്നാ വൈകുന്നേരം പിള്ളേരൊക്കെ അവിടെ പടക്കം പൊട്ടിക്കുമ്പോ ലീല ചേച്ചി ഒന്നിനൊരു കുറവാടില്ല, ഇവിടെ പടക്കം പൊട്ടിച്ച് അവരുടെ കൂടെ കേട്ടോ എൻജോയ് ചെയ്യണം. എന്റെ തലയിൽ വെച്ച് പടക്കം പൊട്ടിക്കാൻ പറയാഞ്ഞത് ഇല്ല, ഇനി അത് അവിടെ വെച്ച് ഇനി അടുത്ത ഗിഫ്റ്റ് തരാം. ഇത് പറഞ്ഞെങ്കിൽ ഞാൻ ഒരാളെ ഇവിടെ നിർത്തിയാണ് ഇത് മേടിച്ച് വെക്കാനായിട്ട്. ഇനി നമുക്ക് എവിടെ നിങ്ങൾ ഇന്ന് പായസം ഒന്നും വെക്കുന്നില്ല എന്ന് പറഞ്ഞു. വിഷു ആയിക്കൊണ്ടൊക്കെ നമ്മൾ നല്ല ദിവസങ്ങളിലൊക്കെ നമ്മൾ മധുരം കഴിക്കണ്ടേ. ഇഷ്ടമുള്ളൊരു മധുരം എടുത്തോ. ഇഷ്ടമുള്ളവരെണ്ണം എടുത്തോ. നല്ലൊരു മധുരം. ചേച്ചി എടുക്കും. ഷുഗറാണോ? കുറച്ച് എന്തെങ്കിലും
വേണ്ട? ആ എടുത്തോ, മൈസൂർ പാക്ക് എടുത്തോ. ഇഷ്ടം ഇന്നൊക്കെ ഒരു ദിവസം ഒന്നും മധുരം കഴിച്ചോണ്ടൊന്നും കുഴപ്പമില്ല. ആ വേണോ? എടുത്തോ. എന്താ ചേച്ചി എടുത്തോളൂ, ഇത് ഒരെണ്ണം കൂടെ എടുത്തോളൂ. വേണ്ട ചേച്ചി മധുരം ഒന്നും കഴിക്കും ഞങ്ങൾ. വേണ്ട വേണ്ട വേണ്ട. ഇതിനകത്തോണ്ട് മൈസൂർ പാക്ക് ഇഷ്ടമാണല്ലേ? വേണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കുറേ വിഷുവിൻ്റെതായിട്ടുള്ള കുറേ സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ തന്നു. ഞങ്ങൾക്ക് തിരിച്ച് നല്ലൊരു സമ്മാനമായിട്ട് ലീല ചേച്ചി നല്ലൊരു വിഷുവിന് ഒരു നല്ലൊരു പാട്ട് പാടിത്തരും. ഞാൻ പാടണം? എന്നിട്ട് വേണമെങ്കിൽ അടുത്തുള്ളവരെല്ലാം ഓടാനോ? പതുക്കെ പാടിയാൽ മതി, നമുക്ക് രഹസ്യമായിട്ട് പതുക്കെ പാടാം. എന്റെ കൃഷ്ണ, ഞങ്ങൾ നല്ല പാട്ടൊക്കെ കേൾക്കട്ടെ. ഞങ്ങൾക്ക് സദ്യം തരില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞു. സദ്യം തരില്ല, ഒന്നും തരില്ല. ഞങ്ങൾ അങ്ങനെ വെറുതെ ഒന്നും പോവില്ല. ഇത്ര സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ തന്നല്ലേ. ഞങ്ങൾ നല്ലൊരു പാട്ട് കേട്ടിട്ടേ പോവുള്ളൂ. ഞാൻ തന്നെ പാടണം? പാടണം. എന്നാ തുടങ്ങിക്കോ. ഞാൻ തുടങ്ങാലോ? ആഹാ, പാടൂ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തേ കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. പിന്നെന്താ? അത്ര പാടിയാ മതി. മതിയാ? അത്ര പാടിയാ മതി. മുഴുവൻ പാടാൻ വിചാരിച്ച പാട്ട് സമ്മതിച്ചിട്ടില്ല. മതി കണ്ണ, അത്രയും മതി. അല്ല, നന്നായി പാടി തന്നു. താങ്ക് യു സോ മച്ച്. കാരണം എന്താണെന്നറിയോ, എനിക്ക് പാട്ട് കേട്ടപ്പോ തോന്നി ലീല ചേച്ചിയോട് പാട്ട് മാത്രം അങ്ങനെ ഒരു സമ്മാനം കൊണ്ട് മുഴുവൻ പാട്ട് പഠിപ്പിച്ച് എന്നോട് പറയും, ഞാൻ നിനക്ക് മുഴുവൻ ഒരു പാട്ട് പാടി തന്നില്ല, ഇനി പൊക്കോളം പറയും. അതുകൊണ്ട് അത് പറ്റില്ല. അപ്പൊ പാട്ട് മുഴുവനൊന്നുമല്ല, നമുക്ക് പിന്നീടാണെങ്കിലും ഇനി പാട്ടുകൾ നമുക്ക് ഇനി കുറെ പേരുടെ അടുത്തൊക്കെ പോകാനുണ്ട്. ഞങ്ങൾ എന്നാ പോയിട്ട് വരട്ടെ. പാട്ട് ഇനി നമുക്ക് ഫുള്ളൊക്കെ പാടണം. ഇത്രയും പാടി തന്നപ്പോ തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. ഒരുപാട് ഇനിയും നല്ല തിരക്കിട്ട ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് ഒന്ന് കഴിയുമ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒക്കെ വീണ്ടും വീണ്ടും ചീത്ത പറയാൻ നീ എന്റെ അടുത്ത് എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു കേട്ടോ. പോയിട്ട് വരാം. ശരി, താങ്ക് യു, ബൈ. അങ്ങനെ ഇനി ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു. എന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെയാ വരണ്ടേ. ലീല ചേച്ചിയുടെ വീട്ടില് ലീല നിവാസ് എന്നുള്ള പേര് മാത്രം കണ്ടു. പക്ഷെ അതും വേറെ ലീലകൾ ഉണ്ടല്ലോ. അപ്പൊ ഏത് ലീലയാണെന്നൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും അത് ഭയങ്കര സന്തോഷായി, സർപ്രൈസ് ആയി. രണ്ട് ചീത്തയും കേൾക്കാനും വിഷു ആയിക്കോട്ടെ. എന്തായാലും ഇത് വേണ്ടിയിരുന്നില്ല കേട്ടോ. എന്നെങ്കിലും ഒന്ന് വിളിച്ച് പറയാമായിരുന്നു. അതെ, ഇറങ്ങി പോകുന്ന എന്നെങ്കിലും ഒന്ന് വിളിച്ച് പറയാമായിരുന്നു. എനിക്ക് വിഷമായി. എന്തായാലും അത് സാരമില്ല, ഞാൻ തിരിച്ചു വിളിച്ചിരിക്കണം. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആളാണ്, ഒരു അമ്മയാണ്, ഒരു ചേച്ചിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു താരമാണ് എന്റെ കൂടെ നിൽക്കുന്നത്. താങ്ക് യു. ഓക്കെ, പേരെന്തോന്നൂടി പറഞ്ഞേ? ആട് കിടക്കുന്നു. ഞാൻ പോവാ, വിട്ട് തന്നെ. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുത്ത് എന്റെ പേരില്ല കേട്ടോ. പേരില്ല. രമ്യ. ചെറിയ പേരാ, ഓർത്തു വെക്കാൻ എളുപ്പമുള്ള പേരാ. ഇനി മറന്നാൽ അതന്നെ രമ്യ. പോയിട്ട് വരാട്ടാ. അപ്പൊ ശരി, സന്തോഷം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനിയും ഇതേപോലെ ലീല ചേച്ചിയെ പോലെ നമുക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ട്. അതുപോലെ എനിക്ക് തന്നെ സർപ്രൈസ് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബാക്ക് ടു ബാക്ക് ഒരുപാട് നല്ല ഇങ്ങനെ ആരുടെ അടുത്തും പേര് പറയാതെ എന്നെ കൊണ്ടുപോകണേ. അതെല്ലേ? അപ്പൊ കിട്ടുന്നിടത്തൊക്കെ നന്നായി കിട്ടുന്നുണ്ട്. പിന്നെ എത്ര പേര് പിന്നെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു ആശ്വാസം. വലിയ ചീത്ത ഇല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഇറങ്ങി പോരാ. എന്നാലും ഇതൊക്കെ ഒരു സന്തോഷല്ലേ. പോയിട്ട് വരാം. നമുക്ക് പോവാട്ടോ അടുത്ത വീട്ടിലേക്ക്. ഇപ്പൊ നമ്മൾ കുറെ ദൂരെയാ. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് കുറച്ച് ദൂരമുണ്ട് നമുക്ക് പോവാനായിട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി കാറിൽ കയറിയിട്ട് നമുക്ക് പോവാം. ഓക്കെ. ഇതൊരു വീടല്ല, ഫ്ലാറ്റും അല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഡോറ് തുറന്നിട്ടിരിക്കുകയാണ്. രമ്യ ജസ്റ്റ് വന്നിട്ട് നേരെ കയറിക്കോളൂ എന്നാണ് എനിക്ക് തന്നിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. അതനുസരിച്ചിട്ട് ഞാൻ പോയി നോക്കാം. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല. ആരായിരിക്കും ഉള്ളിൽ? എനിക്കൊരു ഉള്ളിലൊരു ദഡ്. സാധാരണ വീട്ടിൽ പോയി കോളിംഗ് ബെൽ അടിച്ച് ചെയ്യുമ്പോൾ ഇത് കാണുന്ന പോലെ അല്ലല്ലോ. ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് വന്നിരിക്കുന്നത്. ആരാ ഉള്ളിൽ? എനിക്കൊരു ടെൻഷൻ ഇല്ലായികയില്ല. വിത്ത് ദാറ്റ് ടെൻഷൻ ആരുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കാം. നമുക്ക് പോയി നോക്കാം. എക്സ്ക്യൂസ് മീ. എന്നോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഹായ് ചേച്ചി, ഹാപ്പി വിഷു. ഈ മൈക്ക് വെച്ചിട്ട് പറയാം, എന്നാലേ കേൾക്കുള്ളൂ. ഞങ്ങളാണെന്ന് അറിയില്ല. ഒന്നും അറിയില്ല. എന്നോട് പറഞ്ഞ എന്താന്നറിയോ? ഉള്ളിലേക്ക് പൊയ്ക്കോ, ഗസ്റ്റ് ഹൗസ് തുറന്നു കിടക്കാണ്, ഉള്ളിൽ ആരോ ഡിസ്കഷൻ എന്തോ സംഭവം. ഞാനിത് ആരാ ടെൻഷനായിട്ടാ വന്നത്. ഞങ്ങൾ ആക്ച്വലി വിഷു ഒക്കെ കഴിഞ്ഞ്
ഞങ്ങളുടെ സദ്യയൊക്കെ കഴിഞ്ഞ് നല്ല സുഖമായിട്ട് ഇങ്ങനെ പക്ഷെ ഇവിടെ ചേച്ചി ആരാന്ന് പറയണ്ടേ? ചേച്ചി എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മുടെ സ്വന്തം ജിത്തു ജോസഫ് സാറിന്റെ വൈഫാണ് ലിൻഡ ചേച്ചി. ഇത് സംസാരിക്കാലോ? ഇത് സംസാരിക്കാം പ്ലീസ് പ്ലീസ്. ഞാനേ പറയാണ് ഇരിക്കട്ടെ എന്ന്. ഓക്കെ, എത്ര നാളായി കണ്ടിട്ട്. ഒന്നാളെ ഞാനൊക്കെ ആങ്കറിങ് തുടങ്ങുന്ന സമയത്ത് രമ്യയുടെ ആയിരുന്നു എന്റെയൊക്കെ റോൾ മോഡൽ. രമ്യയുടെ ചിരി, രമ്യയുടെ സംസാരം, കോസ്റ്റ്യൂം, പിന്നെ ആക്സസറീസ്, അപ്പൊ അങ്ങനെ വളകൾ അന്ന് കണ്ടതാണ്. പിന്നെ ഇന്നാണ് കാണുന്നത്. പക്ഷെ അന്ന് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അതാണ് സംഭവം. നേരെ കണ്ടു, സൂപ്പർ, ഒന്നും പറയാനില്ല. കോസ്റ്റ്യൂം ഡിസൈനർ ആണോ? ചേച്ചി കോസ്റ്റ്യൂം ഡിസൈനർ. അതെനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചി അതാണ് സിനിമകളൊക്കെ ചെയ്യുന്നത്. എല്ലാം ചെയ്യുന്നുണ്ട് ചേച്ചി. പക്ഷെ ജിതു സാറിന്റെ മൂവി മാത്രമേ ചെയ്യുള്ളൂ. അതെന്താ അങ്ങനെ? അതിനുള്ള സമയമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളും വീട്ടിലെ എല്ലാം നോക്കണം. ചേച്ചിക്ക് എഴുത്തുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്. ചേച്ചിയും ഭയങ്കര മൾട്ടി ടാലന്റഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചേച്ചി ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അയ്യോ ഇപ്പൊ ഇച്ചിരി തിരക്കാണ്. ഇച്ചിരി ബൊട്ടീക്ക് ഒക്കെ തുടങ്ങിയിട്ടേ ചേച്ചി ഒരു പുതിയ ബ്രാൻഡ് ഒക്കെ തുടങ്ങി. ആണോ? ഞങ്ങളൊരു ഓൺലൈനിലാണ് ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ്. ട്രയോമെറാക്കി എന്നാണ് അതിന്റെ പേര്. അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയതേ ഉള്ളൂ. ഓ ഓക്കെ. അപ്പൊ സൂപ്പർ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഞങ്ങളുടെ അടുത്ത ഒരു ട്രയോമെറാക്കി ആയിട്ടുള്ള ഒരു സാധനം കൊളാബോ, ഞങ്ങൾ അതിന്റെ ഡ്രസ്സിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോട്ടോഷൂട്ട്. അപ്പൊ ഇത് വിഷു എങ്ങനെ നിങ്ങൾ വീട്ടിലൊക്കെ ചേച്ചി കണി കണ്ടോ? ഞങ്ങള് വീട്ടിലെല്ലാം സെലിബ്രേറ്റ് ചെയ്ത് ഫുള്ള് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ വൈകിട്ട് വന്നിരിക്കുകയാണ്. സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് മീറ്റ് ചെയ്ത് ടയേർഡായി സാരി എല്ലാം മാറ്റി ഒരു ഞങ്ങള് വന്ന് കേറി കറക്റ്റ് സന്തോഷം. വിഷു കൈനീട്ടം ഉണ്ടാവണോ വന്നേ? വിഷു കൈനീട്ടം കൊണ്ടൊക്കെ തന്നെയാ വന്നിരിക്കണം. സമയം കളയാതെ കാര്യം തട്ടെ. അപ്പൊ ഇന്ന് കിട്ടിയോ എവിടെന്നെങ്കിലും വിഷു കൈനീട്ടം? കുറച്ച് എവിടുന്നൊക്കെ കിട്ടി. നിങ്ങള് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. വിഷു കഴിഞ്ഞ വിഷു ഇവരുടെ അടുത്തായിരുന്നു, ഇപ്രാവശ്യം ഇവരുടെ അടുത്താണ്. അവിടെയാണ് സെലിബ്രേറ്റ്. അപ്പൊ ഇവരുടെ അടുത്ത് വിഷു കൂടുമ്പോൾ ഭയങ്കര നല്ലതായിരുന്നല്ലോ പോയ വർഷം അല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് സ്ഥിരം അവിടെ തന്നെയാ കൂടാൻ പോണെന്ന് തോന്നുന്നുണ്ട്. എന്നാ രണ്ടുപേർക്കും ഞങ്ങൾ നൽകാണ്. ഞാനും എന്റെ കുടുംബവും മൈൽ സ്റ്റോൺ നൽകുന്ന വിഷു കൈനീട്ടം. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഒരുപാട് ഐശ്വര്യങ്ങൾ ചേച്ചിക്കും. ഓൾ ദ മോർ സൂപ്പർ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ജിത്തു സാറിന്റെ അടുത്തും പ്രത്യേകം ഞങ്ങളുടെ അന്വേഷണം പറയണം. ഓക്കെ. ഇനി വിഷു ആയിക്കൊണ്ട് നിങ്ങൾ ഒബ്വിയസ്ലി ചേച്ചി സദ്യ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇന്ന് കഴിച്ചോ? പായസം വെച്ചോ? കഴിച്ചു. അപ്പൊ പിന്നെ നമുക്ക് ഇനി ചെറിയൊരു സ്വീറ്റ് കൂടെ കഴിക്കാം. ഇഷ്ടമുള്ളൊരു സ്വീറ്റ് എടുത്തോ. ഇതിന്റെ കുറച്ച് എടുക്കാം. അതെ, വിഷു ആയിക്കൊണ്ട് എല്ലാരെയും കൊണ്ട് കഴിപ്പിക്കും. എല്ലാരെയും കൊണ്ട് ഇന്ന് കഴിപ്പിക്കുന്നതായിരിക്കും. എടുത്തു. ഇത് ഫുൾ വേണേ എടുത്തു. ചേച്ചിക്ക് മതിയോ? ഓക്കെ. നിങ്ങൾക്ക് കഴിക്കാനല്ലേ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇന്ന് നിങ്ങൾ എങ്ങനെ ഇവിടെ പടക്കം പൊട്ടിക്കുന്ന പരിപാടി അതൊക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോ തന്നെ പടക്കം പൊട്ടിക്കുന്ന കേൾക്കാം അവിടുന്നൊക്കെ. നിങ്ങൾ പൊട്ടിക്കാറുണ്ടോ? അപ്പൊ കൊണ്ടോ? ഇവിടെ കയ്യിലുണ്ടോ? ഉണ്ടോ? എന്നാ പിന്നെ അതും കൂടെ തന്നെ ഞങ്ങൾ നോക്കിക്കോളാം. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ഓരോരോ പാക്കറ്റ് ചെയ്യാൻ തരാം. പടക്കം പൊട്ടിക്കാം. ഇനിയും ഉണ്ട് ഗിഫ്റ്റ്. വിഷുവിന് എന്തൊക്കെ ഗിഫ്റ്റുകളാണ് നോക്കിക്കേ. അടുത്തത് വിഷുക്കോടി. നമ്മൾ ഓണക്കോടി എന്നൊക്കെയല്ലേ പറയണത്. വിഷുവിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും വിഷുക്കോടി. സ്വപ്ന വെഡിങ്സ് നൽകുന്ന വിഷുക്കോടിയുണ്ട്. ഇനിയും സമ്മാനമുണ്ട്, തീർന്നിട്ടില്ല. ഞാനിവിടെ വന്നപ്പോ പക്ഷെ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവിടെ നിങ്ങൾ രണ്ടുപേരുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ ഒരു ഒരെണ്ണം കൊണ്ടേ ഞാൻ വന്നിട്ടുള്ളൂ. അപ്പൊ രണ്ടുപേരും ചേർന്ന് വാങ്ങിച്ചോളൂ. ഓക്കെ. ഇത് ഹാർവിയോറയുടെ ഒരു അഡീനിയം പ്ലാന്റ് ആണ്. ബ്യൂട്ടിഫുൾ. ഇതിൽ നിറഞ്ഞ് നല്ല പൂക്കൾ ഉണ്ടാവും. നല്ല രസമാണ് ഇത് പൂക്കൾ വന്ന് നിന്ന് കഴിയുമ്പോ കാണാനായിട്ട്. അപ്പൊ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യും. നിങ്ങൾ ആരാ വേണ്ടെന്ന് വെച്ചാൽ അത് ചെടി എടുത്തോളാം. അതിന്റെ ഓണർഷിപ്പ്. നല്ല രസമുണ്ട്. അങ്ങനെ ഒത്തിരി സമ്മാനങ്ങൾ കിട്ടിയല്ലേ? അതെ, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഇന്ന് ഞാൻ കുറെ ഗിഫ്റ്റ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് തന്നു. നിങ്ങളും അതെ, എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ചിൽ മൂഡിലിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ചിൽ മൂഡിലിരിക്കുമ്പോൾ നമ്മളൊരു പാട്ടൊക്കെ പാടുന്നത് നമ്മുടെ എപ്പോഴും ഉള്ളതല്ലേ? ആണോ? ഞാൻ പാടത്തൊന്നുമില്ല. ചേച്ചി കമോൺ. അപ്പൊ നമുക്ക് വിഷു ആയിക്കൊണ്ട് നല്ലൊരു വിഷുപാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് മൈൻഡ് അപ്പ് ചെയ്യാം. നല്ലൊരു വിഷുപാട്ട് പാടും. രണ്ടുപേരും കൂടെ ചേർന്ന് പാടും. മേടപ്പൊന്നണിയും അത് പാടിക്കോളൂ. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി
മേട പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. താങ്ക് യു സോ മച്ച്. നിങ്ങളിപ്പോ നെക്സ്റ്റ് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഡിസൈഡഡ് ആണോ? പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇതിലാണോ ഇപ്പൊ നിൽക്കുന്നത്? അങ്ങനെയില്ല. ഇപ്പം എന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോ പുതിയൊരു പ്രോജക്റ്റിന്റെ എഴുത്തിലാണ്. അപ്പൊ അതൊന്നും ആയിട്ടില്ല, പറയാറായിട്ട് പോലും ഇല്ല. അത് ടൈം എടുക്കുമല്ലോ. ഓൾസോ ഒരു റൈറ്റിംഗിലാണ്. മോൾക്ക് ചെയ്യാൻ വേണ്ടിയാ മോൾ ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നു. അപ്പൊ മോളുടെ കൂടെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് അമ്മ കൂടെ നിൽക്കാണ്. വാവ്, അതൊരു ഗ്രേറ്റ് ന്യൂസ് തന്നെയാണ്. അപ്പൊ രണ്ടുപേരും ആ ഒരു പണിപ്പുരയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇനി ക്യാരി ഓൺ നടക്കട്ടെ. ഞങ്ങൾക്ക് ഇനിയും പോവാനുണ്ട്. ഇനിയും കുറെ രാവിലെ മുതൽ ഇങ്ങനെ ഇറങ്ങിയത് ഓരോരുത്തർക്കും ഇപ്പൊ ഏകദേശം മൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും സദ്യയൊക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് മോഡിൽ ഇരിക്കല്ലേ. ഇനി കുറച്ച് വീട്ടിലും കൂടെ ഒക്കെ പോകാനുണ്ട്, പടക്കൊക്കെ പൊട്ടിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാ നീങ്ങാം, നിങ്ങൾ ക്യാരി ഓൺ. അപ്പൊ ഒന്നും കൂടെ ഹാപ്പി വിഷു ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. മീ ടു സോ ഹാപ്പി. നേര് സൂപ്പർ ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുപാട് കണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജസ്റ്റ് കീപ് ഗോയിങ്. ഓക്കെ, ഭയങ്കര നാച്ചുറൽ ആയിരുന്നു ആക്ടിങ് ഒക്കെ. വളരെ കൂൾ. അത് പിന്നെ ആരാലേ ഡയറക്ടർ, പിന്നെ അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച് കേട്ടോ. See you then. Yeah, I'll see you. Okay, bye. Bye. അപ്പൊ നമ്മള് ഇപ്പൊ എത്തിയിരിക്കുന്നത് ആരുടെ വീടാന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഇത് കോളിംഗ് ബെല്ലിന്റെ എവിടെ ആളുടെ പേരുണ്ട്. ഇത് നോക്കിയാൽ മനസ്സിലാവും. നോക്കാം ആരുടെ പേരാന്ന് നിങ്ങൾക്കും അപ്പം മനസ്സിലാവും. ക്യാമറ നേരെ തിരിച്ചോ. MK സാനു, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ കോളിംഗ് ബെൽ അടിക്കുന്നില്ല, കാരണം അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു. ഡോറ് തുറന്ന് ഇവിടെ ഇരിക്കണ്ടേ, അതുകൊണ്ട് നമുക്ക് നേരിട്ട് കയറാം. നമസ്കാരം. നമസ്കാരം. ഹാപ്പി വിഷു. എണീക്കണ്ട, ഇരുന്നോളൂ. ഹാപ്പി വിഷു. ഇരുന്നോളൂ. അപ്പൊ എത്ര വരെയായി വിഷുക്കണിയൊക്കെ കണ്ടോ? വിഷു വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളാണ് ആദ്യം തരുന്നത്. ഞങ്ങൾ ഇതേ കണിയായിട്ട് ഇവിടെ ഇങ്ങനെ എത്തിയിരിക്കുകയാണല്ലേ. വിഷുക്കണിയൊക്കെ ആരാ ഇവിടെ വെക്കുക? ഇവിടെ വെക്കുന്ന എന്റെ ഭാര്യയായിരുന്നു. കഴിഞ്ഞ വർഷം പോയല്ലോ. ഓ, അപ്പൊ ഇക്കൊല്ലം വിഷുക്കണിയൊന്നും വെച്ചിട്ടില്ല? വയ്ക്കുമായിരിക്കും, എന്റെ ഒരു മോളുണ്ട് ഇവിടെ. ഓക്കെ. സാർ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം ഈ വീട്ടില്? അതെ. ആണോ? ഓക്കെ. അവര് കുടുംബജീവിതം നയിക്കുന്നവരാണ്. രണ്ടുപേരും മാറി. എത്ര മക്കളാ? 3 പെൺമക്കളാണുണ്ട്. അവരൊക്കെ അടുത്ത് തന്നെയാണോ? എറണാകുളത്ത് തന്നെയാണോ? തിരുക്കാക്കര. എറണാകുളത്ത് തന്നെയുണ്ട്. ഓക്കെ. അപ്പൊ അവരൊക്കെ എത്തുമായിരിക്കും ഉച്ചയാകുമ്പത്തേക്ക്. എല്ലാരും വരുമായിരിക്കും. അപ്പൊ സദ്യ ഒക്കെ അവര് വന്നിട്ട് വാങ്ങോ? സദ്യയില്ല പ്രാവശ്യം, ചരമം പ്രമാണിച്ച്. 1 വർഷം ആവുന്നതേ ഉള്ളോ? ഇല്ല, 1 വർഷം ആയില്ല. 3-4 മാസങ്ങളേ ഉള്ളൂ. ഓ, അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾക്ക് അങ്ങനെ വിഷു ഇതായിട്ടില്ല. എങ്കിലും ഓരോ പുണ്യ ദിവസവും നിങ്ങളെ എന്ന പോലെ എന്നെയും ലോകത്തെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത് കൂടുതൽ. അതിന്റെ പ്രത്യേകത ആരുടേതായാലും, ഹിന്ദുക്കളുടേതായാലും ക്രിസ്ത്യാനികളുടേതായാലും മുസ്ലിങ്ങളുടേതായാലും ഓരോ പുണ്യ ദിവസവും നമ്മൾ വന്നു ചേർന്ന് വിശേഷാൽ ജീവിക്കുന്ന ഈ ഭൂമിയെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. കുട്ടിക്കാലം പോലുള്ള എന്റെ ഒരു വീക്ഷണമാണ്. ഓക്കെ. സാറിന്റെ ചെറുപ്പകാലത്തെ നോക്കിക്കഴിഞ്ഞാല് ആ ഒരു വിഷു ഏറ്റവും മനസ്സിൽ എന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഷു ദിനം, അങ്ങനെ എന്തെങ്കിലും നല്ലൊരു ഓർമ്മ, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടാവും? അല്ലാതെ അന്നത്തെ എല്ലാ വിഷുവും മനോഹരമായിരുന്നു. ഒന്ന് ഞാൻ തറവാട്ടിലാണ് ജനിച്ചത്. എവിടെയാ നാട്ടില്? ആലപ്പുഴ. അപ്പൊ അവിടെയായിരുന്നു എപ്പോഴും വിഷു ചെറുപ്പകാലത്ത്? അവിടെ മംഗലത്ത് വീടെന്ന് പറയും, തറവാടാണ്. അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് കാരണവര്. മറ്റു ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാം കൂടി ഞങ്ങൾ 10-30 പേര് ആ വീട്ടിലുണ്ട്. പല കൊച്ചു വീടുകളായിട്ട് ഇങ്ങനെ കോമ്പൗണ്ടിൽ. അപ്പോൾ വലിയച്ഛനാണ് തരുന്നത്. വലിയച്ഛൻ തരുന്നത് കാണാനൊരു ഐശ്വര്യമുണ്ട്. നല്ല മുഖവും നീണ്ട മൂക്കും ഐശ്വര്യ മുഖമാണ്. അപ്പോൾ വലിയച്ഛൻ എല്ലാവർക്കും കുറിച്ച് ഓരോ പണം തരും. തിരുവിതാംകൂറിൽ അന്നത്തെ നാണയം പണമാണ്. ചക്രം പണം. അതെ, അങ്ങനെ വിഷു കഴിഞ്ഞിട്ടും കിട്ടുമായിരുന്നു. അപ്പൊ 4 ചക്രം 1 പണം, അത് വെള്ളി നിറത്തിരിക്കും. മനസ്സിലായി. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും. ഓക്കെ. അപ്പൊ അന്നത്തെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇന്ന് ഞാനും തരട്ടെ ഒരു വിഷു കൈനീട്ടം. എന്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് അതെ സ്വീകരിക്കുക. എപ്പോഴും ഞങ്ങൾക്ക് കുട്ടികൾക്കാണ് എൽഡേഴ്സിന്റെ കയ്യിൽ നിന്ന് എപ്പോഴും കിട്ടാറുള്ളത് അല്ലേ. അപ്പൊ ഇന്ന് നേരെ മറിച്ച് ഞാൻ അങ്ങേക്ക് ഇതാ എന്റെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു വിഷു കൈനീട്ടം.
അപ്പൊ 4ാമത്തെ മോളായിട്ട് കണ്ടാ മതി. അതെ ആ അതെ. ഇനിയുണ്ട് കേട്ടോ സമ്മാനം. വിഷു അല്ലേ, ഇനിയിപ്പോ മക്കളൊക്കെ എത്തണ്ടേ, എത്തിയിട്ടല്ലേ ഊണ് കഴിക്കുന്ന കാര്യമൊക്കെ. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ചെറുതായിട്ടൊരു മധുരം കഴിക്കാം. ഇതാ ഇഷ്ടമുള്ള മധുരം എടുത്തോ. ഇതിലേതെങ്കിലും ഇഷ്ടമുള്ളൊരു മധുരം ഞാൻ അങ്ങോട്ട് തരാം. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മധുരം എടുത്തോ. ഇല്ല, ഏത് വേണേലും എടുത്തോ. ഇങ്ങോട്ട് പറഞ്ഞു തരും, അതാണ് നല്ലത്. ആ അതങ്ങ് എടുത്തോ. ജിലേബി, അത് ജിലേബി. ഇത് ലഡു, ഹൽവ, ബാദുഷ, ഇത് വേറെ കോക്കനട്ട് ബർഫി, ഇത് വേറെ മൈസൂർ പാക്ക്, ഇത് അതാ ഹൽവ. എന്നാ അതെടുത്തോ, അതെടുത്തോ. ഓക്കേ, കഴിച്ചോ കഴിച്ചോ. അതൊരു ബൈറ്റ് എടുക്കുന്ന നമ്മൾ കാണട്ടെ, എല്ലാരും കാണട്ടെ. ഓക്കെ, അങ്ങനെ ഹൽവ കഴിച്ചിരിക്കുകയാണ്. ഇനി സാറിന് വേറൊരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റിന്റെ വിഷു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നല്ല സന്തോഷത്തിന്റെ ദിവസങ്ങളല്ലേ. ഇനി സ്വപ്ന വെഡിങ്സ് നൽകുന്ന നല്ലൊരു വിഷുക്കോടിയുണ്ട്. ഓക്കെ, ഇത് ഞാൻ സാറിന്റെ മടിയിൽ വെക്കട്ടെ. നല്ലൊരു കോടിമുണ്ട് സാർ. ഒരു നല്ല ഹാർവിയോറയുടെ ഒരു ചെടിയും കൂടെ ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട്. വിഷു വയ്ക്കട്ടെ. ഇത് അഡീനിയം നൈ ചെടിയുടെ പേര്. നല്ല പൂക്കളുണ്ടാവും, ഉള്ളിലും വെക്കാം പുറത്തും വെക്കാം കേട്ടോ. നല്ല പൂക്കളുണ്ടാവും. ആ ആയിക്കോട്ടെ. അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വിഷു ദിനത്തിൽ തന്നെ ഇന്നിവിടെ എത്താൻ പറ്റി. സാറിന് ഇങ്ങനെ വിഷു കൈ നീട്ടവും ഇതെല്ലാം നൽകാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരി. നിങ്ങളുടെ ഈ വലിയ ഉപകരണങ്ങൾ പ്രചരണത്തിനുള്ളതാണല്ലോ. അത് ഈ കൃഷ്ണൻ അവതരിപ്പിച്ച ധർമ്മം സ്ഥാപിക്കുന്നതിന്, കൃഷ്ണനാണല്ലോ വിഷുവിന്. അതെ. അപ്പൊ ധർമ്മ സംസ്ഥാനത്തിന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾക്ക് ധാരാളം വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു. ഞങ്ങൾ പോയിട്ട് വരാം. താങ്ക് യു. ശരി കേട്ടോ സാർ, പോയിട്ട് വരാം. ശരി, പോയിട്ട് വരാം. കാണാം. ശരി. മക്കൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകൾ കേട്ടോ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും ആശംസകൾ അദ്ദേഹം തന്നിട്ടുണ്ട്, കേട്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആരുടെ ഒരു വീട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എനിക്കിത് ആരുടെ വീട് ഒന്നും അറിയില്ല. ഞാൻ കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി ഞാൻ ബെല്ലടിച്ചിട്ട് നോക്കാം നമ്മൾ ഈ കൈനീട്ട ദിവസത്തിൽ ആരെയാണ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ഓ, കോളിംഗ് ബെൽ ഇവിടെയാണ്. ഓക്കെ, അപ്പൊ റെഡി. വാ. ആരാണ്? അയ്യോ, ഇതാ മൈക്ക് വെച്ചിട്ട് പറയാം. മൈക്ക് വെക്കാട്ടോ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. മേഘനക്കുട്ടിയുടെ വീടായിരുന്നു ഇത്, എനിക്ക് അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇവിടെ റെക്കോർഡിങ്ങിന് വരുമ്പോ ഇവിടെ നിൽക്കുന്ന വീടാ. അപ്പൊ ഇത് ആരുടെ വീടാ? ഇത് എന്റെ അച്ഛന്റെ അമ്മ, എന്റെ അച്ഛന്റെ അമ്മയുടെ, എന്റെ അച്ഛന്റെ സിസ്റ്റർ. അച്ഛന്റെ അമ്മ അച്ഛന്റെ സിസ്റ്ററോ? ഓക്കെ ഓക്കെ, മോളുടെ റിലേറ്റീവിന്റെ വീടാണ്. ഓക്കെ, എന്തായാലും മോള് റെക്കോർഡിങ്ങിന് വരുമ്പോ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ എന്റെ ആന്റി ഉണ്ട്, ആന്റിയുടെ ഹസ്ബൻഡും ഉണ്ട്, ഒരു അങ്കിളും ഉണ്ട്. അപ്പൊ അച്ഛനില്ലേ? അച്ഛനുണ്ട്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, അവിടെ നിക്കാണ്. ഓക്കെ, ഈ ഇത്ര നല്ലൊരു വായാട് കുട്ടി ഉള്ളപ്പോ പിന്നെ എന്തിനാണല്ലേ അവരും കൂടെ സപ്പോർട്ടർ വേണമെന്ന് ആവശ്യമില്ലല്ലോ. ഓക്കെ, പറയൂ മോളെ, വിഷു എങ്ങനെ ഉണ്ടായിരുന്നു രാവിലെ? അപ്പൊ ഈ വീട്ടിലായതുകൊണ്ട് ഇവിടെ കണിയൊക്കെ കണ്ടോ? വിഷുക്കണി കാണാൻ പറ്റിയോ? കാണാൻ പറ്റി. ആ ചിത്രന്റെ ഇത് ചിത്രമൊക്കെ വെച്ചിട്ട് കൃഷ്ണന്റെ ഓടക്കുഴയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആഘോഷിച്ചു. ഡ്രസ്സൊക്കെ മേടിക്കില്ലേ, വിഷുക്കണി കാണും. പിന്നെ നമ്മുടെ സ്വന്തം ഗാർഡനില് ഇങ്ങനെ വരുന്ന ഫ്രൂട്ട്സ് അതൊക്കെ ഇങ്ങനെ വെക്കില്ലേ, അതൊക്കെ വെച്ചോ? എന്റെ അമ്മ, ആള് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അത് വീട്ടിലൊരാള് വന്ന ഉള്ളിലേക്ക് വിളിക്കണ്ടേ? പൈസയൊക്കെ തരുന്ന ഉള്ളിലേക്ക് എന്താ വിളിക്കാത്തേ? ഇത് എന്റെ അമ്മച്ചനുണ്ടല്ലോ, എന്റെ അമ്മച്ചനാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മൂത്തത്. അപ്പൊ അമ്മച്ചൻ എനിക്ക് പൈസയൊക്കെ തരുമ്പോ ഇനി വേണം പൈസ മേടിക്കാൻ, എനിക്കൊരു 100 റുപ്പീസ് വേണം, പിന്നെ ഒരു 20 റുപ്പീസ്. അപ്പൊ ഇത്ര നേരിട്ട് രാത്രി ആയാലും ഇതുവരെ വിഷു കഴിഞ്ഞിട്ടൊന്നും കിട്ടിയില്ലേ? തിരിച്ചു കോയമ്പത്തൂരിൽ പോകുമ്പോ കിട്ടും. അവിടെ പോയാലേ കിട്ടുള്ളൂ. അന്ന് മോള് വിഷമിക്കേണ്ട. ഇന്നത്തെ വിഷുദിനായിട്ട് ഇന്ന് മേഘനക്കുട്ടിക്ക് ഈ ആന്റി തരും. ഞാൻ ആന്റിയല്ലേ, ചേച്ചി അല്ല, ആന്റി മതി, ആന്റി മതി, ആന്റി തരും കേട്ടോ. ഇവിടെ മതി, ചേച്ചി ഒന്നും വേണ്ട. നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഓക്കേ,
ഇതാണ് സംഭവം. അപ്പൊ ഇതൊക്കെ എന്താന്നറിയോ? ഇതെന്താ? പൂവ്. എന്ത് പൂവാ? ഈ പൂവിനൊരു പേരുണ്ട്. പെട്ടു. ഇതാണ് കണിക്കൊന്ന പൂവ്. കണിക്കൊന്ന. വിഷുവിന് നമ്മൾ കണി കാണുന്ന, കണിക്ക് വെക്കുന്ന പൂവാണിത്. മഞ്ഞ കളറിൽ. മഞ്ഞ കളറിലുള്ള പൂവ്. ഓക്കെ, അപ്പൊ ഇന്ന് സദ്യയൊക്കെ കഴിച്ചോ? മമ്മ ഒക്കെ കഴിച്ചോ? വിഷുവിന് ഇത് സദ്യ കണ്ടില്ലേ? എന്താ സദ്യക്ക് പായസം ഒക്കെ കൂട്ടി കഴിച്ചോ? ഇഷ്ടാണോ പായസം? പായസം ഇഷ്ടാണ്. ഇത് അടപ്രഥമൻ ഇഷ്ടാണ്, പാൽപായസം ഇഷ്ടാണ്. പക്ഷെ പാല് ഞാൻ ഒത്തിരി കുടിക്കാറില്ല, പക്ഷെ ഇന്ന് കുടിച്ചു സ്പെഷ്യലായിട്ട്. ഇങ്ങനെ പാലില് ഞാൻ പാട എടുത്തിട്ട് മഞ്ഞളൊക്കെ ഇട്ടിട്ടേ കുടിക്കുള്ളൂ, അല്ലെങ്കിൽ കഫം വരില്ലേ. ഓ, തൊണ്ട അപ്പൊ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഐസ്ക്രീംസ് ഒന്നും കഴിക്കില്ല? ഇല്ല, ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പോ, ഫ്ലവേഴ്സിൽ കേറിയപ്പോ. അയ്യോ, ഇപ്പൊ ഒരുപാട് ഭയങ്കര വലിയ കുട്ടിയായല്ലോ. കുഞ്ഞായിരുന്നപ്പോഴേ അവള് ഐസ്ക്രീം കഴിച്ചിട്ടുള്ളൂ. വലിയ ആളായതുകൊണ്ട് ഐസ്ക്രീം ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. ഓക്കെ, എന്തായാലും മോൾക്ക് ഇനി തിരിച്ച് കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ലേ വിഷു കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ആന്റി തരാൻ പോവാണ്, നമ്മളുടെ ഈ ഒരു ചാനലിൽ നിന്ന് തരാൻ പോവാണ് മോൾക്ക് ഫസ്റ്റ് വിഷു കഴിഞ്ഞിട്ട്. ഓക്കെ, ആ അപ്പൊ എണീറ്റു. അപ്പൊ എന്നാ വിഷു കഴിഞ്ഞിട്ടും തരട്ടെ? റെഡി. മോൾക്ക് എല്ലാവിധ വിഷസും ഉണ്ടാവട്ടെ കേട്ടോ. ഹാപ്പി വിഷു. ഓക്കെ 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 കണ്ണാ. ഇനി മോൾക്ക് വിഷുവിന് നിങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കോ? പടക്കം ഇന്നിപ്പോ പൊട്ടിച്ചില്ല, പക്ഷെ കോയമ്പത്തൂരിൽ പോയിട്ട് പൊട്ടിക്കും. എന്റെ അനിയത്തിയുടെ ഒക്കെ കൂടെ, എനിക്കൊരു അനിയത്തി ഉണ്ട്, 2 വയസ്സ് കുഞ്ഞാവേ. എന്റെ അനിയത്തിയുടെ ഒക്കെ കൂടെ പോയിട്ട് എല്ലാരും ചേർന്നിട്ട് പടക്കം പൊട്ടിക്കണം അല്ലേ? കോയമ്പത്തൂരാണ് അപ്പൊ കൂടുതൽ ഇവര് വിഷു ആഘോഷിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എന്നാ പടക്കം പൊട്ടിച്ചാലോ? ഇപ്പൊ പൊട്ടിക്കാം. പിന്നെ പടക്കം കൊടുത്തിട്ടുണ്ട്, നമുക്ക് പൊട്ടിച്ചാലോ? ഇഷ്ടാണോ കമ്പിത്തിരി? നമുക്ക് പടക്കം പൊട്ടിക്കാം. പിന്നെ അത് മാത്രല്ല, നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ദീപാവലി വരുമ്പോ അവിടെ കോയമ്പത്തൂരിലൊക്കെ ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്തു. അവിടെ പടക്കമൊക്കെ പറ്റിച്ച് മറ്റേ എന്താ പറയാ, ഇങ്ങനെ അതൊക്കെ ഞങ്ങള് പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ ഇഷ്ടാണല്ലോ, പേടിയൊന്നുമില്ലല്ലോ. എന്നാ പെട്ടെന്ന് നമുക്ക് പടക്കൊക്കെ പൊട്ടിച്ചു. പക്ഷെ പ്രോമിസ് മീ, പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാം കഴിഞ്ഞ് സെലിബ്രേഷൻ ഒക്കെ കഴിയുമ്പോ എന്നോട് ടാറ്റ പറയരുത്. എനിക്ക് നല്ല പാട്ട് പാടി തരണം. ഓക്കെ, അത് മേഘനക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞ പെട്ടെന്ന് പാടി തരില്ലേ അല്ലേ? അപ്പൊ ഞാൻ പടക്കം എടുക്കാട്ടോ. ഓക്കെ, എന്നാ മേഘനക്കുട്ടിക്ക് മേഘനക്കുട്ടി എന്ന് പറയുന്ന എല്ലാവർക്കും എന്ത് ഇഷ്ടമുള്ള സിംഗർ ആണല്ലേ. നമുക്ക് ഭയങ്കര വൈറൽ സിംഗർ എന്നാണ് മേഘനക്കുട്ടിനെ കുറിച്ച് പറയുന്നത് തന്നെ. മേഘനക്കുട്ടിയുടെ പാട്ട് നമുക്ക് പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട്, അല്ല പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോ പാട്ട് പാടാലോ. നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിത് ഓരോന്ന് എടുത്തു തരാം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? കമ്പിത്തിരി വേണോ ഫസ്റ്റ്? ഓക്കെ, കമ്പിത്തിരി. ഇതൊന്നുമല്ല, ഇത് നമുക്ക് ഉള്ള കത്തിക്കാൻ വേണ്ടിട്ടുള്ളതാണ്. മോൾ ഇത് പിടിച്ചേ. ഇത് പിങ്ക് ക്രാക്കസാ. അതൊക്കെ ചെയ്തു തരാം. എന്റെ ഫേവറേറ്റ് കളർ പിങ്ക്, പർപ്പിൾ, ബ്ലാക്ക് അതൊക്കെയാണ്. ആണോ? ഓക്കെ, പിങ്ക്, പർപ്പിൾ ഒക്കെയാണ് ഫേവറേറ്റ് കളേഴ്സ്. ഓക്കെ, ഇതാ ഇഷ്ടമുള്ള സംഭവം. ഇതിപ്പോ തീ വരില്ലേ? ഓം ഹ്രീം കുടിച്ചാ തീ വരട്ടെ. ദേ തീ വന്നു, കണ്ടോ? കത്തിച്ചോ? ഇപ്പൊ കത്തി. ഇനി പാട്ട് പാടിക്കോ. ഇനി അതും തരൂ, അതും കത്തിച്ചു തരാം. ആ കമ്പിത്തിരി അതും തരൂ. അത് ഇതില് കത്തിച്ചോ. ഇനി പാട്ട് പാടിക്കോ. ഇനി പാടൂ. പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകും പാൽക്കടലായി, പറനിറയെ പൊന്നിൽ തീർന്നു പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. ഉറക്കെ പാടിക്കോ കേട്ടോ, എന്നാലേ കേക്കുള്ളൂ. ഇല്ല, ഇതാ കയ്യിൽ പിടിച്ചോ. നുരയിടുമലയിൽ നമുക്ക് തുഴയാനം വിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ ഞാൻ തുഴഞ്ഞു ചെന്നാൽ പറന്നുപോയി. സാരമില്ല, നമുക്ക് അടുത്ത പാട്ട് പാടാം. എം എഴുതാലോ? മേഘ്ന. അതെ, എം ഇ ജി എച്ച്. ഞാൻ അതിനെല്ലാം കത്തിക്കാം. പിന്നെ എന്ന് പറഞ്ഞില്ലേ മേഘ്നയുടെ? പറഞ്ഞില്ലേ? അതെ, എന്നിങ്ങനെ. ഇപ്പൊ മേഘ്ന ഏത് ക്ലാസ്സിലേക്കാ? ഇനി ഇപ്പൊ 4th സ്റ്റാൻഡേർഡ് എത്തി. ഓ, 4th-ലായോ?
ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പടക്കം പൊട്ടിച്ച് ഇനി ബാക്കി കുറെ പടക്കം ഉണ്ട്, അത് മേഘന പിന്നെ നമുക്ക് പൊട്ടിക്കാം. ഇനി നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, എന്നാ ബാ നമുക്ക് ഇനി ഉള്ളിൽ പോയിട്ട് പാട്ട് പാടാം. തമിഴ് പാട്ടില് നല്ല ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോ നമുക്ക് അതിലേക്ക് കൂടുതൽ സ്നേഹം തോന്നും. ഇപ്പൊ മലയാളത്തില് അതിലും നല്ല പാട്ടുകൾ കേൾക്കുമ്പോ അതിലും സ്നേഹം തോന്നുന്നു. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിപ്പിച്ചു തരണേ അച്ഛനാ അമ്മയാ? അല്ല, എനിക്ക് തന്നെ തോന്നിയ ചേച്ചിക്കും അങ്ങനെ തോന്നില്ലേ? നമുക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലോ. എത്ര നല്ല സ്വീറ്റ് ആയിട്ടാ സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം എനിക്കൊരു മലയാളം പാട്ട് പാടിത്തരണം, പിന്നെ എനിക്കൊരു തമിഴ് പാട്ട് പാടിത്തരണം. ഓക്കെ, പിന്നെ തെലുങ്ക് പാട്ട് അറിയോ? അത് പാടാം. ഓക്കെ. അപ്പൊ 3 പാട്ട്. അപ്പൊ എല്ലാം 3 പാട്ട് പെട്ടെന്ന് പാടാം. ഫുൾ പാട്ട് പാടണ്ട, കുറച്ച്. ഓക്കെ, റെഡി? അപ്പൊ ഫസ്റ്റ് മലയാളം പാട്ട്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നുരയിടുമലയിൽ നമുക്ക് തുഴയാനമ്പിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി. അറിയാ പാട്ട്? എന്റെ കൂടെ പാടാവോ? അയ്യോ, അതൊന്നും വേണ്ട. മോളുടെ കൂടെ പാടിയിട്ട് പിന്നെ അതൊന്നും വേണ്ട. അത്രയ്ക്കൊന്നും നമുക്ക് വിഷു ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യാനുള്ള ആഘോഷിക്കാനുള്ളതല്ലേ, സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ലേ. വേണ്ട. മോള് പെട്ടെന്ന് അടുത്ത തമിഴ് പാട്ടിലേക്ക് പോയിക്കോ. ടോപ്പിക് ചേഞ്ച്. തമിഴ് പാട്ട്. തമിഴ് പാട്ട് ഏതാ? ഞാൻ പാടാം. ഓക്കെ, റെഡി. ഈ പാട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത? ഈ പാട്ടാണ് ഞാൻ വിജയ് ടിവിയില് എന്റെ ലാസ്റ്റ് റൗണ്ടിങ്ങനെ കോമ്പറ്റീഷന്റെ ലാസ്റ്റ് റൗണ്ട് ഫിനാലയുടെ മുമ്പത്തെ റൗണ്ടിൽ പാടിയ ഒരു പാട്ടാണ്. പാടട്ടെ? ഉടലണിந்த ആടை போல் என்னை அணிந்து கொள்வாயா இனி நீ கண்ணா தூங்காத என் கண்ணின் துயிலுரித்த கண்ணன்தான் இனி நீ കേട്ട് നോക്കണം കേട്ടോ. എന്നെ കാണാതെ ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല പാട്ട്. എനിക്കറിയാം, നല്ല പാട്ടാ. ഇനി നമുക്ക് തേർഡ് പാട്ട്, ഒരു തെലുഗു പാട്ട്. నాకుంగే జారేటప్పుడు నువ్వే చూడాకుంటే సామె, ఆకుంటే గాలి నన్నే చూసి జాలే పడదా సామె, నా అంతో సందో నీదవుకుంటే అడుపుట్టుకే బిడైపోద సామె 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 రసమే പൊങ്കരു സാമേ മിശല സാമേ രസല സാമേ. സൂപ്പർ. ഇതൊക്കെ ആരാ പഠിപ്പിച്ചു തരണേ എല്ലാ പാട്ടും? ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു ആപ്പ് ഉണ്ട്, മ്യൂസിക് സ്പീഡ് ചേഞ്ചർ എന്ന് പറഞ്ഞിട്ട്. ആ ആപ്പിൽ ഇങ്ങനെ ടെമ്പോ കുറച്ചിട്ട് അതിന്റെ പിച്ച് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ആദ്യം പഠിക്കുമ്പോ പിച്ചൊക്കെ കുറച്ച് പഠിച്ച് സ്ലോ ആയിട്ടിട്ട് ഞങ്ങൾ പഠിച്ച് പിന്നെ എന്റെ കൂടെ പാടും. അപ്പൊ അച്ഛനാണ് ഫുൾ ടൈം കൂടെ സപ്പോർട്ടിങ് ആയിട്ട് ഇങ്ങനെ നിന്ന് പഠിപ്പിച്ചു തരുന്നത്. പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ അച്ഛനാണ് എന്റെ കൂടെ വരാറ്. ആണോ? അച്ഛൻ പാടുവോ? അച്ഛൻ എന്റെ കൂടെ തന്നെ ചേർന്ന് ഇങ്ങനെ ഞാനാണ് അച്ഛനെ പഠിപ്പിക്കുന്നതെന്ന്. ആണോ? ഞാനും അച്ഛനെ കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണ് അല്ലേ ഇപ്പൊ. പക്ഷെ അച്ഛനിപ്പോ ഇങ്ങനെ ഞാൻ പാട്ട് പാടുമ്പോ മിസ്റ്റേക്സ് ഒക്കെ അത്യാവശ്യം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് തരാൻ അച്ഛൻ അറിയാം, അച്ഛനെ ഹെൽപ്പ് ചെയ്യും. അമ്മ കൂടുതൽ ഡാൻസിലേക്കാണ്. അപ്പൊ മോള് ഡാൻസും ചെയ്യോ? ആണല്ലേ? ഡാൻസ് ചെയ്യും. അതാണ് ഞങ്ങൾ ഇപ്പൊ ഇടയിലൊക്കെ കണ്ടത്. എന്തായാലും സോ സ്വീറ്റ് ഓഫ് യു മേഘനക്കുട്ടി. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിഷുക്കൈ നീട്ടം ഈ മേഘനക്കുട്ടി ഇല്ലായിരുന്നെങ്കിൽ അത് ശരിക്കും ഒരു കംപ്ലീറ്റ് ആയി തന്നെ വരില്ല. കാരണം നമ്മൾ ഇന്ന് പല കാറ്റഗറിയിലുള്ള നമ്മൾ എല്ലാവരെയും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എപ്പോഴും ആഘോഷങ്ങൾക്ക് ഒരു കുട്ടിയും കൂടി ഉള്ളപ്പോഴല്ലേ ആഘോഷം കൂടുതൽ മധുരമാവണത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി ഇന്ന് മേഘനക്കുട്ടീനെയും കൂടെ എനിക്ക് കാണാൻ പറ്റിയതില്. ഇനി മേഘനക്കുട്ടിക്ക് സ്വീറ്റ് ഒക്കെ ഇഷ്ടമാണോ? സ്വീറ്റ്സ് ഇഷ്ടല്ലേ? ഇപ്പൊ പായസമൊക്കെ കഴിച്ചിട്ടിരിക്കല്ലേ? എന്നാ പിന്നെ ആന്റി ഒരു സ്വീറ്റും കൂടെ തരട്ടെ? ഓക്കെ. കാരണം നമ്മളിപ്പോ മധുരത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്. അതുകൊണ്ട് മേഘനക്കുട്ടിക്ക് കഴിച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ. പിന്നെ ഇഷ്ടമുള്ളൊരു സ്വീറ്റും എടുത്തോളൂ. മേഘനക്കുട്ടിക്ക് ഏത് സ്വീറ്റാ ഇഷ്ടം എന്ന് വെച്ചാൽ ആ സ്വീറ്റ് എടുത്തോളൂ. ഇഷ്ടമുള്ള എടുത്തോ. എന്നാ അതെടുത്തോ. സ്ട്രോബെറി എന്താ? അത് ജിലേബി മതി. ഓക്കെ, ചെറുത് മതി.
മേഘനക്കുട്ടി കുഞ്ഞായതുകൊണ്ട് കുഞ്ഞ് സ്വീറ്റ് നോക്കി എടുത്ത. ഓക്കെ, സോ സ്വീറ്റ് ഓഫ് യു മേഘനക്കുട്ടി. അപ്പൊ ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ? ആന്റിക്ക് വേറെയും ഇതേപോലെ വേറെയും കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അവിടെയൊക്കെ പോണം. ഓക്കെ, അപ്പൊ ഹാപ്പി വിഷു, വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഓക്കെ കണ്ണാ. എന്റെ എല്ലാവർക്കും ഈ ചാനൽ മൈൽസ്റ്റോൺ മേക്കേഴ്സ് കാണുന്നവർക്കും പിന്നെ എന്റെ ഫാമിലിയുടെ അടുത്തും എന്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തു നിന്നും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അങ്ങനെ ഇന്ന് രാവിലെ വിഷുവിന് എന്റെ വീട്ടിൽ നിന്ന് കണി കണ്ടിട്ട് ഇറക്കലാണ്. ദാ ഇപ്പോ നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, രാത്രിയായി. ഇന്നത്തെ വിഷുദിനം അങ്ങ് തീരാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ റിയൽ ലൈഫ് സെലിബ്രിറ്റിയുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ എറണാകുളത്തുള്ള നമ്മുടെ ബാക്കിയുള്ള സെലിബ്രിറ്റീസിന്റെ അടുത്തെല്ലാം നമ്മൾ പോയി. ഇപ്പൊ നമ്മൾ എറണാകുളത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ജില്ലയിലേക്ക്, നമ്മൾ എറണാകുളം വിട്ട് ഇങ്ങനെ ആലപ്പിയിലേക്ക് വന്നിരിക്കുകയാണ്. ആലപ്പിയിൽ അരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അരൂര് ഞങ്ങൾ എത്തിയിരിക്കുന്ന റിയൽ ലൈഫ് സെലിബ്രിറ്റി ആരാന്നറിയാമോ? ഈ വീട്ടില് ഈ ചേച്ചിയുടെ അടുത്ത് ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് പരിചയമുള്ള നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാം ഈ വീട്ടിൽ വരാറുണ്ട്. കാരണം ഈ ചേച്ചിയുടെ വീടും ചേച്ചിയുടെ വീടിന്റെ ബാക്ക് സൈഡും ഫ്രണ്ടും ഇവിടെയൊക്കെ ഫുൾ വാട്ടർ ഫ്രണ്ടും ഫുൾ നല്ല രസമാണ്. എല്ലാം ചുറ്റും ഫുൾ വെള്ളമാണ്, ഇവിടെ നല്ല ഭംഗിയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ചേച്ചിയുടെ പേരെന്ന് പറയുന്നത് സുജാത എന്നാണ്. സുജാത ചേച്ചി എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചേച്ചിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ വരുന്ന ഓരോ സെലിബ്രിറ്റീസിനും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സുജാത ചേച്ചിയുടെ ഫിഷ് കൂട്ടാൻ, അല്ലെങ്കിൽ സുജാത ചേച്ചിയുടെ കപ്പ, കക്ക ഇറച്ചി, ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. എല്ലാവർക്കും ഇത് ഈ വീട്ടിൽ വരുന്ന എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കൊടുത്തിട്ടേ ഇവിടുന്ന് സുജാത ചേച്ചി വിടാറുള്ളൂ. അങ്ങനെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറയെ വെള്ളമുള്ള സ്ഥലമായതുകൊണ്ട് ഒരുപാട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ അത് വരുന്നവർക്ക് എല്ലാവർക്കും ചേച്ചി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിഷുദിനം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ എല്ലാവരെയും എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നമ്മുടെ സുജാത ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ഹാപ്പി വിഷു! ഹാപ്പി വിഷു വേലപ്പൻ ചേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു വിഷു ഒക്കെ? ഇതെന്താ പരിപാടി? ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ ആര് വന്നാലും കപ്പയാണ്. മീൻകൂട്ടാനില്ല, കക്ക. അതും ഞാനിപ്പോ പറഞ്ഞു, ഇവിടെ വരുന്ന എല്ലാരും പറയാറുണ്ട് കക്ക കിട്ടും, മീൻകൂട്ടാനും കിട്ടും. കമ്പോര വലിച്ച് നമുക്ക് ചെമ്പിന മീന വെച്ച് ശരിയാക്കി എടുക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ? പിന്നെ എന്താ, വിഷു ആയിക്കൊണ്ട് ഉച്ചക്ക് സദ്യ എല്ലാം കഴിച്ചു, ഇനി രാത്രിക്ക് കപ്പയും മീൻ കൂട്ടാനാണ് കഴിക്കാൻ പോണേ. എന്നാ നമുക്കും കഴിയാല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കിട്ടും. അപ്പൊ ചേച്ചി പറയും, വിഷുക്കണി എങ്ങനെ, ആരാ വെച്ച വിഷുക്കണിയൊക്കെ? വിഷുക്കണി ഞങ്ങൾ തന്നെ വെച്ച്, വേറെ ആരും ഇല്ല. ഞങ്ങള് രണ്ടും എല്ലാരും അവിടെ എവിടെയൊക്കെയാണ്. കാരണം ഞങ്ങൾ രണ്ടും ഉണ്ട്, പിന്നെ 2 പേരക്കിടാങ്ങളുണ്ട്. അവര് വന്നു. അപ്പൊ എല്ലാരും കൂടെ അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ടു. എന്നിട്ട് വിഷു സദ്യയൊക്കെ വെച്ചോ? സദ്യയൊക്കെ പായസമൊക്കെ വെച്ചോ? എന്താ പായസമൊക്കെ വെച്ചേ? വിഷുക്കഞ്ഞിയാ വെച്ചേ? വെച്ചത്. പയറും പുഴുക്കലരിയും കൂടെ ഇട്ട് അങ്ങനെ. എന്നിട്ട് എന്താ മധുരമായിട്ടൊക്കെ കഴിച്ചേ? ശർക്കര, അതിനകത്ത് ശർക്കര ഇട്ടു, അങ്ങനെയാ കഴിച്ചത്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇനി വിഷു ആയിക്കൊണ്ട് ഞാനെന്നല്ല, ഞങ്ങളുടെ ഈ ഒരു കുടുംബം സ്നേഹത്തിന്റെ ഒരു ഇതായിട്ട് കുറച്ച് സാധനങ്ങൾ, കുറച്ച് സമ്മാനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ സമ്മാനങ്ങൾ ആദ്യം തരാം. അപ്പോ ഇതാ വിഷു ആയിക്കൊണ്ട് ഞങ്ങളുടെ വക കുറച്ച് പലചരക്ക് സാധനങ്ങളാണ്. കുറെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി പച്ചക്കറി ഉണ്ട് കേട്ടോ. ഇതാ വേലപ്പൻ ചേട്ടൻ വാങ്ങിച്ചോ. കുറച്ച് പച്ചക്കറി ഉണ്ട്, പയർവർഗ്ഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്, പലചരക്കെല്ലാം ഉണ്ട്. അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കി കുറെ സാധനങ്ങളുണ്ട് തരാൻ. എന്തിട്ട് തരായിരുന്നു? വിഷുക്കൈനീട്ടം കൊടുത്തോ പേരക്കുട്ടികൾക്ക്? കൊടുത്തു. നിങ്ങൾക്ക് ആ ചേച്ചി കാര്യങ്ങളും തന്നോ? കാര്യം തരാനില്ല. വേലപ്പൻ ചേട്ടൻ തന്നില്ലേ? ഇല്ല. അതെന്താ വേലപ്പൻ ചേട്ടാ ചേച്ചിക്ക് കൊടുക്കാത്ത? കൊടുക്കാം. ഇനി എപ്പോഴാ വിഷു എല്ലാം കഴിഞ്ഞു രാത്രി എല്ലാരും ഉറങ്ങാൻ പോവാണ്, അപ്പോഴാണോ അതിന് വിഷുക്കണിയുണ്ട്. അത് വിഷമിക്കല്ലേ, ഞങ്ങൾ അതിനല്ലേ ഇവിടെ വന്നിരിക്കുന്നേ. ഞങ്ങള് തരാണ് ചേച്ചിക്ക് വിഷു കൈനീട്ടം കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ സുജാത ചേച്ചിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ചേച്ചി കരയല്ലേ? എന്തിനാ ഇങ്ങനെ കരയണേ? സന്തോഷമല്ലേ? സന്തോഷം കൊണ്ട് അങ്ങനെ കരയൊന്നും വേണ്ട കേട്ടോ. സ്നേഹം കൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഓർത്ത് വന്നില്ലേ? അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേലപ്പൻ ചേട്ടൻ വിഷു കൈനീട്ടം കൊടുക്കാം. വേലപ്പൻ ചേട്ടാ വിഷു കൈനീട്ടം. അപ്പൊ ഇനി അടുത്ത വർഷം സുജാത ചേച്ചിക്ക് കൊടുക്കണം കേട്ടോ വിഷു കൈനീട്ടം. തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കണം. ഓക്കെ, ഇനി അടുത്ത സമ്മാനങ്ങളുണ്ട്. ഇനി നമുക്ക് സ്വപ്ന വെഡിങ്സ് നൽകുന്ന നല്ലൊരു വിഷുക്കോടി. സുജാത ചേച്ചിക്ക് നല്ലൊരു കോടിയുമുണ്ട്. അതേപോലെ തന്നെ
വേലപ്പൻ ചേട്ടനും നല്ലൊരു കോടിമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി രാത്രിക്കത്തേക്കുള്ള കപ്പ പരിപാടികളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ ചേച്ചി ഇരിക്കൂ. അടുപ്പിലോ? അടുപ്പിൽ വെച്ചിട്ട് വരും. ഞങ്ങളും കുറച്ച് കപ്പ കഴിക്കാനുണ്ടാവും. അപ്പടി ഞങ്ങൾക്ക് തരും. ഈ സുജാത ചേച്ചിയുടെ ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടല്ലോ ഇപ്പൊ ആ ഒരു സ്നേഹവും മതി. ഇവിടെ വരുന്ന ഭയങ്കര നിഷ്കളങ്ക മനസ്സാണ് ഇവരുടേത്. ഇവിടെ എത്തുന്ന എല്ലാവരെയും അവർ സ്നേഹം കൊണ്ട് ഇങ്ങനെ വാരി പൊതിഞ്ഞ് അവരുടെ ഉള്ളത് എന്താണോ അത് വെച്ച് അവര് ഇങ്ങനെ ഷെയർ ചെയ്ത് ഉള്ളത് അതങ്ങനെ സ്നേഹത്തോടെ അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു മനസ്സാണ് ഇവരുടേത്. ഇവിടെയുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയണത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ രാത്രി ആയതുകൊണ്ട് ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ നല്ല രസമാണ് കാണാൻ. കായൽ തീരമാണ്, അവിടെ നല്ല രസമാണ്. ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഉണ്ട്, ഇങ്ങനെ ബോട്ടുകൾ പോകുന്നത് കാണാം, നല്ല വ്യൂ ആണ്. അതേപോലെ ഇവിടെയും അതെ ഫിഷിംഗ് സാധനങ്ങളൊക്കെ വീടിന്റെ ഫ്രണ്ടിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഏരിയ കാണാനൊക്കെ വളരെ നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇനി ചേച്ചി കപ്പ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു പാട്ടൊക്കെ ചേച്ചിനെ കൊണ്ട് പാടിപ്പിക്കാം അല്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു പാട്ട് പാടിക്കേ. പാട്ടറിയില്ല, അമ്മ പാടും, അപ്പൊ അതിന്റെ കൂടെ പാടിയാൽ മതി. ഏതെങ്കിലും ഒരു പാട്ട് പാടും. വേലപ്പഞ്ഞൊക്കെ എന്തായാലും പാട്ടറിയാം. മനത്ത് കണ്ട ചക്കിപ്പരുന്തു പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. 4 പാടും മാനത്തിലൂടി താങ്ക് യു. അങ്ങനെ നമ്മുടെ വിഷുവിന് നല്ല ഒരു ഇതൊക്കെയായി. ഇനി പടക്കം പൊട്ടിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ടുണ്ടോ? പടക്കം പൊട്ടിക്കോ? ആണോ? അപ്പൊ ഇവര് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പടക്കമൊക്കെ പൊട്ടിക്കോ? പടക്കം ഓലപ്പടക്കം കുറച്ച് പിടിക്കും, കമ്പിത്തിരി കുരപ്പൂ അതൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഉണ്ട്. എന്നാ നിങ്ങളുടെ പടക്കങ്ങൾ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ പോയിക്കുമ്പോ അതെടുത്ത് പൊട്ടിക്കാം. അപ്പൊ ഞങ്ങൾ കുറച്ച് പടക്കം കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അതെടുത്ത് എല്ലാവർക്കും കൂടെ ഒന്ന് പടക്കം പൊട്ടിക്കാം. ഇഷ്ടാണോ പടക്കം പൊട്ടിക്കാൻ? മോന് ഇഷ്ടല്ലേ? പേടിയില്ലല്ലോ? അപ്പൊ നമുക്ക് പടക്കം പൊട്ടിക്കാം. അപ്പൊ ദാ എന്റെ നല്ല പടക്കങ്ങളൊക്കെ റെഡിയാണ്. നമുക്ക് കുറച്ചു നേരം കമ്പിത്തിരിയൊക്കെ ഇനി കത്തിക്കാം. ബാ, ലാത്തിരി പൂത്തിരി പാട്ടൊക്കെ പാടാൻ അറിയില്ലേ? അപ്പൊ പാട്ട് പാടൂ, ലാത്തിരി പൂത്തിരിയൊക്കെ. ദാ പേടിയുണ്ടോ? 2 വീതം തരട്ടെ? എന്നാ പിടിച്ചോളൂ. കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും മറക്കാനാവാത്ത തരത്തിലുള്ള നല്ലൊരു വിഷു തന്നെയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു സുജാത ചേച്ചി. അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ പോവില്ല, ഒരേ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. സുജാത ചേച്ചിക്ക് വേലപ്പൻ ചേട്ടൻ വിഷു കൈനീട്ടമോ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇനി ഇന്നത്തെ വിഷു ഇവിടെ തീരാണ്. അപ്പൊ എന്ത് ഗിഫ്റ്റാ വേലപ്പൻ ചേട്ടാ കൊടുക്കാൻ പോണേ? വിഷു ഇപ്പത്തെ തീരാണ്, ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിന് കൊടുക്കും? എന്റെ വിഷുവായിട്ട് ഞാൻ അവർക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ പടക്കങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വിഷു ആയിരുന്നു. ഒരുപാട് സന്തോഷം കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. അപ്പം ഹാപ്പി വിഷു. ഞങ്ങൾ ഇറങ്ങാണ്. അപ്പൊ ഇനി നിങ്ങളുടെ സെലിബ്രേഷൻ ഒക്കെ നടക്കട്ടെ. ഞങ്ങൾ ഇറങ്ങാം. പോകല്ലേ, നമുക്ക് ഒരേ ഗ്ലാസ് വെള്ളമോ അല്ലെ ഒരു കപ്പയോ കക്കായൊക്കെ എന്തെങ്കിലും ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരും കൂടെ ഒരേ കഷ്ണം കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ കുറെ പേരുണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ. ആണോ? വിഷു ആയിക്കൊണ്ട് സാധാരണ എന്നും വീട്ടിൽ നിന്ന് സദ്യ കഴിച്ച് അങ്ങനെ ഒരു വെജിറ്റേറിയനിൽ ഞാൻ ഇന്നുവരെ പോയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് വിഷു ആയിട്ട് രാത്രിക്ക് കപ്പയും കക്ക ഇറച്ചിയൊക്കെ കഴിക്കാൻ പോണത്. അത് നമ്മുടെ സുജാത ചേച്ചിയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കപ്പയും കക്ക ഇറച്ചി. എന്നാ പിന്നെ അത് കഴിച്ചിട്ട് തന്നെ പോവാമല്ലേ? അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇനി അത് പോയി കഴിക്കാം. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ഹാപ്പി വിഷു പറയാം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അപ്പൊ കഴിക്കട്ടെ. എന്റെ ലൈഫില് ആദ്യമായിട്ട് വിഷുവിന്റെ അന്ന് രാത്രി കപ്പ, നല്ല ചൂട് കപ്പാട്ടാ. ഞങ്ങൾ ഇതിന് പറയുന്ന ചെണ്ടക്കപ്പാന്നാട്ടോ. ഇവിടെ എന്താ പറയാ? എന്തെന്ന്? കോലുകപ്പ. ഞങ്ങള് ചെണ്ടക്കപ്പ എന്നാ പറയാ. സൂപ്പർ. നിങ്ങൾ ധൈര്യമായിട്ട് എന്താ പറയാ, മസ്റ്റ് ആയിട്ട് സുജാത ചേച്ചി പറഞ്ഞു കേട്ടോ. അരൂര് സുജാത ചേച്ചിയുടെ വീട് അന്വേഷിച്ച് വന്നാൽ മതി. നല്ല സൂപ്പർ കപ്പ കക്ക ഇറച്ചി കേട്ടോ, കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഓർത്തു വെക്കാനുള്ള നല്ല ഒരു വിഷുദിനം തന്നെയാണ് ഇന്നിപ്പോ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ വകയും നമ്മുടെ ഈ കുടുംബത്തിന്റെ വക ഒരിക്കൽ കൂടി വിഷുദിന ആശംസകൾ നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. അപ്പം ആഘോഷം എപ്പോഴും
മൈൽസ്റ്റോൺ മേക്കേഴ്സിനോടൊപ്പം